ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SSC അല്ല റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള GK പ്രിപ്പറേഷൻ ആയിരുന്നു, അതിൻ്റെ സീരീസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പം ഫസ്റ്റ് സെഷൻസ് എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് കാണണം. ഇത് കുറച്ച് പഠിച്ച് ബൈ ദി എൻഡ് നമ്മൾ പറഞ്ഞായിരുന്നു ഓഗസ്റ്റ് ആ ഒരു ടൈമിൽ ഏകദേശം SSC CHSL CGLൻ്റെ എക്സാമിൻ്റെ ടൈമിൽ GK നന്നായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാവണമെങ്കിൽ ഇച്ചിരി പഠിച്ച് പോകണം, അതും ബർഡൻ ആവാത്ത രീതി. അപ്പോൾ ആ സമയത്തേക്ക് സീരീസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ളത് ഡെഫിനറ്റ് ആയിട്ടും കാണണം, കാരണം ചില വീഡിയോസിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. എസ്പെഷ്യലി എക്കോണമിക്സ് പോലുള്ള ടോപ്പിക്കിൽ ചില ടേംസ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ കാരണം പോളിറ്റി ഹിസ്റ്ററി പോലെ ഡയറക്റ്റ് നോക്കി ഫാക്ച്വലായിട്ട് പഠിക്കാൻ പറ്റിയെന്ന് വന്നേക്കില്ല. അതുകൊണ്ട് മുമ്പുള്ളവർ മസ്റ്റായിട്ട് ഇത് കാണണം, നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. കാരണം കണ്ടിന്യൂഷനും കൺസിസ്റ്റൻസിയാണ് ഏതൊരു എക്സാം ഫേസ് ചെയ്യാനുള്ള കീ. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യയുടെ എന്നുള്ള ടോപ്പിക്കായിരിക്കും നമ്മൾ നോക്കുന്നത്. ഇതിന് മുമ്പ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ആയിരുന്നു നോക്കിയത്. ഇപ്പോൾ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ എന്നുള്ളതിൻ്റെ ഫസ്റ്റ് പാർട്ടായിരിക്കും ഇത്. അപ്പോൾ കണ്ട് മനസ്സിലാക്കി പോവാം. നോക്കിയേ, അപ്പോൾ ഇൻഡസ്ട്രീസ്, അതായത് നമ്മുടെ അഗ്രികൾച്ചർ നമുക്ക് ഇന്ത്യക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊരു കൺട്രിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടർ, എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു സെക്ടർ തന്നെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക തൊഴിലവസരങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നതും ഇൻഡസ്ട്രീസ് ആയിരിക്കും. അതാണ് അതിൽ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞേക്കുന്നത്. ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു നിയർലി 20% തൊഴിൽ ജനറേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും, അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രി ആയിരിക്കും, സെക്ടർ ആയിരിക്കും, ഇൻഡസ്ട്രിയൽ സെക്ടർ ആയിരിക്കും. 20%, നിയർലി 20%, ആൻഡ് 20% ഓഫ് GDP, നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ 28% ഷെയർ എന്ന് പറയുന്നത് ആരുടെ സംഭാവനയായിരിക്കും, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ആയിരിക്കും. പിന്നെ മനസ്സിലാക്കേണ്ടത് വെഞ്ചർ ക്യാപിറ്റലും, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പറയുന്നതേ ഉള്ളൂ. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ്, അതായത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങാമെന്ന് വെച്ചോ. അപ്പോൾ തുടങ്ങാൻ നേരം അതിലോട്ട് നല്ല റിച്ച് ആയിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ഒരു ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ഏതൊരു സ്റ്റാർട്ടപ്പിന് കണ്ടിന്യൂ ചെയ്യണമെങ്കിലും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ, റിച്ച് ആയിട്ട് വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ അതിന് ഒരു ക്യാപിറ്റൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതായിരിക്കും വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആൻഡ് ആ രീതിയിൽ ലോങ് ടേം പേഴ്സ്പെക്റ്റീവിൽ ഈ പൈസ ഇടുന്ന ആൾക്കാരായിരിക്കും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഇന്ത്യക്ക് 8 കോർ ഇൻഡസ്ട്രീസ് ഉണ്ടെന്ന് പറഞ്ഞു. അതായത് GDPയുടെ ഏകദേശം ഒരു 38%, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഒരു 38% കോൺട്രിബ്യൂഷനും നൽകുന്ന ഇൻഡസ്ട്രീസാണ് ഈ പറഞ്ഞ 8. അത് ഏതൊക്കെയാണ് നോട്ട് ചെയ്തിരിക്കണം. മേജർ കോർ ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ, ദേ ആർ ഇലക്ട്രിസിറ്റി, സ്റ്റീൽ, പെട്രോളിയം റിഫൈനറി, ക്രൂഡ് ഓയിൽ, കോൾ, സിമെൻറ്റ് ആൻഡ് ഫൈനലി നാച്ചുറൽ ഗ്യാസ് ആൻഡ് ഫെർട്ടിലൈസർ. ഇതൊക്കെയായിരിക്കും ഇന്ത്യയുടെ കോർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, അടുത്തത് ഓരോ ഇൻഡസ്ട്രീസിൻ്റെ പെർഫോമൻസും കൂടെ അളക്കാൻ നമ്മൾ നേരത്തെ GDP എന്നൊക്കെ പറയുന്ന പോലെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, എക്കണോമിക്കലി കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഓരോ പാരാമീറ്റേഴ്സ് പഠിച്ചിരുന്നത് എന്ന് പറയുന്നത് പോലെ ഇൻഡസ്ട്രി സെക്ടറിലും പെർഫോമൻസ് ഒക്കെ മനസ്സിലാക്കാൻ എത്രമാത്രം ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ പെർഫോമൻസ് പോകുന്നു, നാട്ടിലെ ഇൻഡസ്ട്രീസ് ഒക്കെ ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നു എന്നറിയാനായിട്ട് നമ്മൾ ഒരു പാരാമീറ്റർ യൂസ് ചെയ്യും. അതിൻ്റെ പേരാണ് ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ IIP എന്ന് പറയും. ആൻഡ് ഇറ്റ് കൺവേസ് ദ സ്റ്റാറ്റസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഓഫ് ആൻ എക്കോണമി ഇൻ എ ഗിവൺ പീരിയഡ് ഓഫ് ടൈം ഇൻ കമ്പാരിസൺ വിത്ത് എ ഫിക്സഡ് റെഫറൻസ് പോയിന്റ് ഇൻ ദ പാസ്റ്റ്. അതായത് പാസ്റ്റിൽ ഏതെങ്കിലും ഒരു ടൈം സെറ്റാക്കി വെച്ചിട്ട് ആ സമയത്തെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ടു ഇപ്പോഴത്തെ പെർഫോമൻസ് എങ്ങനെ, അതായത് ഗ്രോത്ത് ഉണ്ടോ, ഇപ്പോഴത്തെ നമ്മുടെ ഇൻഡസ്ട്രീസിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എന്താ അവസ്ഥ, എക്കോണമിയിൽ അവർ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നൊക്കെ നമ്മളെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പാരാമീറ്ററാണ് IIP, അല്ലെങ്കിൽ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനിയും ദി IIP നമ്പേഴ്സ്, അതായത് ഈ ഒരു IIP പെർഫോമൻസ് പാരാമീറ്റർ എല്ലാ മാസവും റിലീസ് ചെയ്യും ഇന്ത്യയിൽ. ആൻഡ് 2011-12 ബേസ് ആക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ കമ്പാരിസൺ നടത്തുന്നത്. ആ സമയത്തെ ഇൻഡസ്ട്രിയുടെ പെർഫോമൻസ് വെച്ചിട്ട് ഇപ്പോൾ എങ്ങനെ പോകുന്നു എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ, അതായത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരിക്കും ഇതിൻ്റെ ഒരു ഹെഡ് എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് വന്ന് വർഷവും കൂടെ നോട്ട് ചെയ്തേക്കണം, 1951. ഇത് തന്നെ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് NSOയും കൂടെ ചേർന്നിട്ട് 2019 ഈ CSOയും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും കൂടെ ചേർന്നിട്ടാണ് 2019 ഇപ്പോൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്ന പുതിയൊരു സംഘടന രൂപീകരിച്ചു. ഇപ്പോൾ ഇതിൻ്റെ ചുമതലയൊക്കെ ഇവർക്കാണ് പോകുന്നത്. ഇതും കൂടെ നോട്ട് ചെയ്തേക്കണേ. അടുത്ത് നോക്കി, ഇൻഡസ്ട്രിയൽ പോളിസിയിൽ നിന്ന്. അപ്പോൾ ഏതൊരു ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും അതിനൊരു പോളിസിയും അതിൻ്റെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസും പ്രോട്ടോകോൾസും ഒക്കെ വേണം.
അപ്പോൾ അത് വന്ന വർഷമാണ് ആദ്യം 1948. ദ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി വാസ് ഡിക്ലെയർഡ് ഓൺ April 6, 1948. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ തൊട്ടടുത്ത വർഷം തന്നെ അന്നത്തെ യൂണിയൻ ഇൻഡസ്ട്രി മിനിസ്റ്റർ ആയിട്ടുള്ള മിസ്റ്റർ ശ്യാമ മുഖർജിയാണ് എന്ത് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസിക്ക് നേതൃത്വം കൊടുത്തത്. ഏത് വർഷം? 1948. ആൻഡ് ദിസ് പോളിസി എസ്റ്റാബ്ലിഷ്ഡ് എ ബേസ് ഫോർ മിക്സ്ഡ് ആൻഡ് കൺട്രോൾഡ് എക്കോണമി. ഇന്ത്യ ഒരു മിക്സ്ഡ് എക്കോണമി ആണെന്നും കൂടെ ആലോചിച്ച് വെച്ചോണേ. ആൻഡ് ഇൻ ഇന്ത്യ ആൻഡ് ക്ലിയർലി ഡിവൈഡഡ് ദി ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് ഇൻറ്റു പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സ്. അതായത് ഇൻഡസ്ട്രിയിൽ പ്രൈവറ്റും പബ്ലിക്കും വേണം എന്നുള്ള തരംതിരിവുകളൊക്കെ കൊണ്ടുവന്ന് ഒരു ഇൻഡസ്ട്രിയൽ പോളിസി സെറ്റാക്കിയത് ആദ്യമായിട്ട് നമ്മുടെ മിസ്റ്റർ ശ്യാം മുഖർജിയാണ്. ആ സമയത്തെ ഇൻഡസ്ട്രി മിനിസ്റ്റർ ആയിരുന്നു. ഓക്കെ, ഇനി നോക്കി 1948 ഈ പോളിസി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിർത്തിയിട്ട് അതിനെ റിപ്ലേസ് ചെയ്ത് പുതിയൊരു ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഏത് വർഷമാണ് വന്നത്? റിപ്ലേസ് ചെയ്തത് 1956 ഏപ്രിൽ 30 ഒരു ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി വന്നു വിത്ത് ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി. അതായത് കുറച്ചുകൂടെ പബ്ലിക് സെക്ടേഴ്സിന് കുറച്ചുകൂടെ ഊന്നൽ കൊടുത്തിട്ട് ഉള്ളൊരു രീതിയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്ത് പോകണം എന്നുള്ളൊരു കൺസെപ്റ്റിൽ, അതായത് സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഭാഗമായിട്ടാണ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1956 ഏതിനെ റീപ്ലേസ് ചെയ്ത് 1948 ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസിയെ റീപ്ലേസ് ചെയ്തത്. അതിനൊക്കെ കുറേ നാൾക്ക് ശേഷം പിന്നെ ഇത് ന്യൂ ഇൻഡസ്ട്രി റെസൊല്യൂഷൻ 1956 വന്നു. അതായത് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന മെയിൻലി 1991 വന്ന ഏത് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയാണ്. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് സെഷൻസ് നമ്മൾ എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു, ഇന്ത്യ കനത്ത മറ്റേ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഒക്കെ അടയ്ക്കാൻ പറ്റാഞ്ഞിട്ട് നല്ലൊരു കടക്കണിയുടെ മുൾമുനയിൽ നിൽക്കുന്ന സമയമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ നമുക്ക് മറ്റേ ഫ്രീ മാർക്കറ്റ് റിഫോംസ് ഒക്കെ കൊണ്ടുവന്ന് LPG എന്ന് പറഞ്ഞിരുന്നത്, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, ഈ കൺസെപ്റ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ഫോറിൻ ട്രേഡ് കുറച്ചുകൂടെ സുതാര്യമാക്കി നമ്മുടെ രാജ്യത്തെ ആ സമയത്ത് ബ്രിങ്ക് ഓഫ് കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അന്നത്തെ മാർക്കറ്റ് റിഫോംസ് ഒക്കെ കൊണ്ടുവന്ന അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അപ്പം ആ ടൈമിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991. അന്ന് PV നരസിംഹറാവു ആണ് പ്രൈം മിനിസ്റ്റർ, അന്നത്തെ ഫൈനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗും. അപ്പോൾ ഒരു ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി അന്ന് 1991 ഇതിൻ്റെ ഭാഗമായിട്ട് അനൗൺസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി. ഇനി നോക്കി എ വേവ് ഓഫ് ഇതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ വന്നു? എ വേവ് ഓഫ് റിഫോംസ് ആൻഡ്, അതായത് റിഫോംസ്, പുതിയ തീരുമാനങ്ങളും കാര്യങ്ങളും വന്നു. ഇങ്ങനെയൊക്കെ കമ്പനികൾ പോകണം അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് പോകണം എന്നും. പിന്നെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞൊരു ആശയം വന്നു. വാസ് ഒബ്സർവ്ഡ് ഇൻ ദ എക്കോണമി. ദ പോളിസി, അതായത് ഇത്രയും നാൾ സോഷ്യലിസ്റ്റിക് അപ്രോച്ച് ആയിരുന്നു കൊണ്ടുവരുന്നത്. അത് നാട്ടിനുള്ളിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് അത് ആ സോഷ്യലിസ്റ്റിക് അപ്രോച്ച് മാറ്റി കുറച്ചുകൂടെ ഗ്ലോബലൈസ്ഡ് ആയിട്ടൊരു എക്കോണമി ആയിട്ട് വളരണമെങ്കിൽ ഇന്ത്യക്ക് ഈ പറഞ്ഞ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ്റെ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ ആശയത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ നമുക്ക് പതിയെ എക്കണോമിക് ബൂമിംഗ് ഒക്കെ വന്നത്. അപ്പം ദ പോളിസി ഹാസ് ഗിവൺ വെൽക്കം ടു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫോറിൻ ടെക്നോളജി. കുറച്ചുകൂടെ ഗ്ലോബലി ഇറങ്ങി നമ്മൾ എക്കണോമി ആക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് 1991 എക്കണോമിക് ക്രാഷ് ഒഴിവാക്കാനായിട്ട് സാധിച്ചത്. ആൻഡ് അക്കോർഡിംഗ് ടു മൊണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ്, അത് MRTP, അതിപ്പോൾ അതില്ല എങ്കിലും നമുക്കത് പറയാം ഫർദർ. മൊണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് 1969. ഓൾ ദോസ് കമ്പനീസ് ഹാവിങ് അസറ്റ്സ് വർത്ത്, അതായത് 100 കോടിയോ അതിന് മോളോ നെറ്റ് വർത്തുള്ള കമ്പനീസ് MRTP ഫേംസ് ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു ആക്ട് പ്രകാരം. അപ്പോൾ ഇപ്പം നിലവിൽ MRTP അല്ല, പകരം MRTP ആക്ടിനെ മാറ്റിയിട്ട് കമ്പനീസ് ആക്ട് അല്ല കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞ് 2002 അതിനെ റിപ്ലേസ് ചെയ്തായിരുന്നേ. അപ്പോൾ അതും ആലോചിക്കണം. MRTP ആക്ട് വാസ് റിപ്ലേസ്ഡ് ബൈ കോമ്പറ്റീഷൻ ആക്ട് ഇൻ 2002. ആൻഡ് പിന്നെ ഈ തന്നേക്കുന്ന ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫൈനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ, BIFR. അതായത് BIFR എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസ് അണ്ടർടേക്കിങ്സ്. നമ്മൾ പറഞ്ഞില്ലായിരുന്നു പ്രൈവറ്റ് ആയിട്ടും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സും കൂടെ വേണമെന്ന്. അപ്പം PSUs ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തി അത് നല്ല നഷ്ടത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് തിരിച്ചൊരു വരവില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതാവും ഇതിന് മതി, ഇനി നിർത്തിയിട്ട് നോക്കി ഇനി അടുത്ത ആ സെക്ടറിൽ പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തണം എന്നൊക്കെ തീരുമാനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടത്തുന്നത് ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫൈനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ ആയിരുന്നു ആ ടൈമിൽ. അത് 2006 വരെ ഉണ്ടായിരുന്നുള്ളൂ, 2016 വരെ ഉണ്ടായിരുന്നുള്ളൂ. 2016 സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു ഓർഗനൈസേഷനെ ഡിസോൾവ് ചെയ്തിട്ട്
ഏത് ഈ ചുമതലകൾ പകരം ആർക്ക് കൊടുത്തു? നാഷണൽ കമ്പനി ട്രൈബ്യൂണലിനും നാഷണൽ കമ്പനി അപ്പലേറ്റ് ട്രൈബ്യൂണലിനും ഈ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു. ആൻഡ് വിയ ദിസ് ന്യൂ പോളിസി, ഈ ഒരു ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ അടുത്തൊരു സവിശേഷതയാണ്, ഈ ന്യൂ പോളിസി പ്രകാരം ദി ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്ഡ് എ നാഷണൽ റിന്യൂവൽ ഫണ്ട് NRF 1992 10 വർഷത്തെ പീരീഡിന് വേണ്ടി ഏത് 1992 നാഷണൽ റിന്യൂവൽ ഫണ്ട് ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ടുണ്ടായി. ആൻഡ് ഈ ഒരു സ്കീമിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു പോളിസി തന്നെ 2 സ്കീംസും ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഏതാ വോളണ്ടറി റിട്ടയർമെൻറ്റ് സർവീസ് VRS, പിന്നെ ട്രെയിനിങ് ഓഫ് ഏതാ സ്കീം ഫോർ റാഷണലൈസ്ഡ് വർക്കേഴ്സ്. അപ്പോൾ ഈ 2 സ്കീമും 1992 ഗവൺമെൻറ് പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് നാഷണൽ റിന്യൂവൽ ഫണ്ടിലൂടെ. അതിൻ്റെ 2 സ്കീംസും ഏതൊക്കെയാണെന്ന് നോക്കിയാണ്. ഒന്ന് VRS പിന്നെ റീട്രെയിനിങ് സ്കീം ഫോർ റാഷണലൈസ്ഡ് വർക്കേഴ്സ്. And the most important part of the new industrial policy of 1992 was the end of industrial licensing or the license raj. ഒന്നെങ്കിൽ ലൈസൻസ് രാജ് എന്നോ അല്ലെ റെഡ് ടാപ്പിസ് എന്നോ അറിയപ്പെടുന്ന ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് ആണ്. അതാണ് മെയിൻലി ഇൻഡസ്ട്രിയൽ പോളിസി വന്നപ്പോൾ ഇല്ലാതായ സാധനം. അതായത് ഓരോ ഇൻഡസ്ട്രിയും തുടങ്ങണമെങ്കിൽ അതിൻ്റേതായ ലൈസൻസ് ഉണ്ടായിരുന്നു, അത് നല്ല പാടുമായിരുന്നു കിട്ടാൻ. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിന് വളരാനായിട്ട് കുറച്ച് ലിമിറ്റേഷൻസും ബൗണ്ടറീസും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അത് മാറിയതിൻ്റെ മെയിൻ റീസൺ 1998 വന്ന ഇൻഡസ്ട്രിയൽ പോളിസിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോച്ചിങ് സ്റ്റൈൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനെ തുടർന്ന് നിങ്ങളെ ഗ്രൂപ്പാക്കി ഒരു എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ്സ് ആക്കി നിങ്ങളെ സർക്കിൾസ് ആക്കുന്നതായിരിക്കും. ബേസിക് സർക്കിൾ എന്നായിരിക്കും ആ സെക്ഷൻ്റെ പേര്. ഇപ്പോൾ 2.5 മണിക്കൂർ നീളുന്ന സെഷനിൽ നിങ്ങൾക്കൊരു മെൻറ്റർ സപ്പോർട്ട് കാണും, നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ആയിട്ടൊപ്പം നിങ്ങളുടെ സ്റ്റഡിങ് കമ്പൈൻഡ് ആയിട്ട് എഫക്റ്റീവായിട്ട് പോവുകയും ചെയ്യും. അതിനുശേഷം ഈ സെയിം മോഡലിൽ വരുന്നതാണ് എക്സ്ട്രീം സർക്കിൾ. സമയം കുറച്ച് കൂടും ആൻഡ് മെയിൻസ് ലെവൽ പ്രിപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ കിട്ടും. അവിടെയും നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ട് കാണും. നെക്സ്റ്റ് ഈസ് ദ സൂപ്പർ ബാച്ച്. സൂപ്പർ ബാച്ചിൽ ഓരോ എക്സാമിനും തൊട്ട് മുമ്പായിട്ടൊരു 1 മാസം മാക്സിമം 2 മാസം നീളു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അവിടെ ആ ഒരു പെർട്ടിക്കുലർ എക്സാമിന് തൊട്ട് മുമ്പ് വരുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ എക്സാം ഏതാണോ അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. അവിടെയും നിങ്ങളെ സർക്കിൾസ് ആക്കി ഇരുത്തി ഒപ്പം ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ മെൻറ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി കാണും. പിന്നെ അടുത്തത് റിയൽ ഇൻറ്റൻസി പ്രോഗ്രാമാണ്, റിപ്പ് എന്ന് പറയും. അതായത് എക്സാംസ് ഒക്കെ ഇനി വരാൻ ടൈം ഉണ്ടെങ്കിലും നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ഡിസൈൻ ചെയ്ത സെഷനാണ് റിയൽ ഇൻറ്റൻസി പ്രോഗ്രാം. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ലെവലാവാൻ പറ്റും. ആൻഡ് ഫൈനൽ സെഷൻ ഈസ് ദ മോക്ക് ഇൻ്റർവ്യൂ. SBI PO RRB PO അല്ലെങ്കിൽ ഈ RRB ഗ്രേഡ് B പോലുള്ള എക്സാംസിന് ലാസ്റ്റ് സ്റ്റേജാണ് ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിനും മെയിൻസും കൂടെ ഒരുമിച്ചുള്ള വെയിറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മെറിറ്റ് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റുന്നത്. അപ്പം അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, അതായത് ജനറലി നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് കിട്ടുന്നതാണ് മാർക്കാണ് ഇൻ്റർവ്യൂവിൽ വരുന്നത്. അപ്പോൾ അതെങ്ങനെ പെർഫോം ചെയ്യണം, എങ്ങനെ ആൻസർ ചെയ്യണം, ഏതൊക്കെ പോയിന്റ്സ് നോക്കിയിട്ട് പോകണം എന്നുള്ളൊരു റിയൽ ടൈം എക്സ്പോഷർ നമുക്ക് മോക്ക് ഇൻ്റർവ്യൂസിൽ നിന്ന് ഡെഫിനറ്റ്ലി കിട്ടും. അപ്പോൾ ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട് നമുക്ക് കോച്ചിങ്. നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ, ക്യാമ്പസിൽ വന്ന് ഇൻവോൾവ് ആയിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ല മറിച്ച് ഓൺലൈനിൽ വീട്ടിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഓൺലൈനിലും തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ഇട്ട് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നോക്കി ഇൻഡസ്ട്രി ഇൻ ഇന്ത്യയുടെ അടുത്ത ടോപ്പിക്ക്, ഇൻഡസ്ട്രീസ് സബ്ജക്ട് ടു കമ്പൽസറി ലൈസൻസിങ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇൻഡസ്ട്രീസിന് 1991 ന്യൂ ഇൻഡസ്ട്രി പോളിസി വരുന്നതിന് മുമ്പ് ലൈസൻസ് വേണമായിരുന്നു. പക്ഷെ ഇപ്പം ഈ തന്നേക്കുന്നതിന് ഇനിയും പറയാൻ പോകുന്ന 5 ഇൻഡസ്ട്രീസിന് മാത്രം നിർബന്ധമായും കമ്പൽസറി ലൈസൻസിങ് വേണം. അത് ഏതൊക്കെയാണ് നമുക്ക് ഗസ് ചെയ്യാവുന്ന സാധനങ്ങൾ തന്നെ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റിലേഷൻ ആൻഡ് ബ്രൂവിങ് ഓഫ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, ഇതിനും പിന്നെ സിഗാർസ് ആൻഡ് സിഗരറ്റ്സ് ഓഫ് ടുബാക്കോ ആൻഡ് മാനുഫാക്ചേർഡ് ടുബാക്കോ, ഇങ്ങനത്തെ ഇൻഡസ്ട്രീസിനും ലൈസൻസ് വേണം. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് എക്യുപ്മെൻറ്റ്, ഇതിനും ലൈസൻസ് വേണം. പിന്നെ ബാക്കി 2 ഏതൊക്കെയാണെന്ന് നോക്കിയേ, ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ് ഇൻക്ലൂഡിങ് ഡെറ്റോനേറ്റിംഗ് ഫ്യൂസസ്, സേഫ്റ്റി ഫ്യൂസസ്, ഗൺ പൗഡർ, നൈട്രോസെല്ലുലോസ് ആൻഡ് മാച്ചസ്, ഇതിനും ലൈസൻസ് വേണം എക്സ്പ്ലോസീവ് ആയതുകൊണ്ട്. ആൻഡ് ഫൈനലി 5th വൺ എന്ന് പറയുന്നത് സ്പെസിഫൈഡ് ഹസാഡിയസ് കെമിക്കൽസ്, ദാറ്റ് ഈസ് hydrocyanuric acid and its derivatives, phosgene and its derivatives, and cyanides and diisocyanate of hydrocarbons. ഇത്രയും സെക്ടറിനും ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ തുടങ്ങാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. And regarding alcoholic products, production of rectified spirit exclusively for industrial use falls under the center's purview. അതായത് ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടി മാത്രമല്ല ആൽക്കഹോളിക് പ്രോഡക്ട്സും അതിൻ്റെ ഫർദർ സ്പിരിറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഇൻഡസ്ട്രീസ്, ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്ട്രീസിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് സെൻട്രൽ അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് വീക്ഷണത്തിലുള്ളതായിരിക്കും. ആൻഡ്
ഇതെപ്പോഴാണ് ഇൻ കേസ് ഓഫ് പോർട്ടബിൾ ആൽക്കഹോൾ, അതായത് പോർട്ടബിൾ ആയിട്ടുള്ള ആൽക്കഹോളിൻ്റെ കേസിൽ സെൻറ്ററിനായിരിക്കും ഒരു പിടിപാട്. അതല്ലാത്ത ആൽക്കഹോൾസിൻ്റെ കേസിൽ സ്റ്റേറ്റ് ഹാവ് ദ ലാസ്റ്റ് വേർഡ്, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് തീരുമാനിക്കാൻ പറ്റും. ഇനി നോക്കി, എ ന്യൂ ആക്ട് വാസ് പാസ്ഡ്. അത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ആണ്. ചെറുകിട വ്യാപാരങ്ങളെയും കൂടെ ഒന്ന് ഉദ്ധരിച്ച് കൊണ്ടുവരണം, നമ്മുടെ ഇൻഡസ്ട്രീസ് കുറച്ചുകൂടെ ബൂം ആവണം എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് ഏതൊരു പുതിയ ആക്ട് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് വേണ്ടി കൊണ്ടുവന്നത്. അത് വന്ന വർഷം 2006 ആൻഡ് അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് മിനിസ്ട്രിയും കൂടെ 2006 ഫോം ചെയ്തു. അപ്പം മിനിസ്ട്രി ഓഫ് മൈക്രോ MSMEs നമ്മളിപ്പം കറണ്ട് അഫയേഴ്സിലൊക്കെ പഠിക്കാറുണ്ടല്ലോ, അത് വന്നത് 2006. ഇനി നോക്കിയേ, MSME പറ്റി അല്ലെങ്കിൽ ആക്ടിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ 2006 വന്നത്. അത് പ്രകാരം മാനുഫാക്ചറിങ് സെക്ടറിലും സർവീസ് സെക്ടറിലും, ഈ രണ്ട് സെക്ടറിലും മൈക്രോ സ്മോൾ മീഡിയം എന്നുള്ള ലേബിൾ കിട്ടണമെങ്കിൽ അതിനൊരു റേഞ്ച് ഉണ്ട്. അതായത് 25 ലക്ഷം വരെ ഉള്ള ക്യാപിറ്റൽ വർത്തുള്ള കമ്പനീസ് ആണെങ്കിൽ അവർ മൈക്രോ ഇൻഡസ്ട്രിയും, സ്മോൾ മീഡിയം അല്ലെങ്കിൽ സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 25 ലക്ഷത്തിനും 5 കോടിക്കും ഇടയിൽ, മാനുഫാക്ചറിങ് സെക്ടേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞ് മീഡിയം എൻ്റർപ്രൈസ് ആവണമെങ്കിൽ 5 കോടിക്കും 10 കോടിക്കും ഇടയിൽ നെറ്റ്വർത്തുള്ള കമ്പനീസ് ആണെങ്കിൽ അതിനെ മീഡിയം എൻ്റർപ്രൈസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഇനി സർവീസ് സെക്ടറിലാണെങ്കിലോ മൈക്രോ സ്മോൾ മീഡിയം എന്ന് പറയണമെങ്കിൽ സർവീസ് സെക്ടറിൽ 10 ലക്ഷം വരെ ഇതുള്ള ക്യാപിറ്റൽ വർത്തുള്ള കമ്പനീസ് ആണെങ്കിൽ മൈക്രോ എൻ്റർപ്രൈസും, സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 10 ലക്ഷം മുതൽ 2 കോടി വരെയും, ആൻഡ് മീഡിയത്തിന് 2 കോടി മുതൽ 5 കോടി വരെയും. ഓക്കെ അല്ലേ? അപ്പം സർവീസ് സെക്ടറിന് മാനുഫാക്ചറിങ് റേഞ്ച് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇത് ആലോചിച്ച് വെച്ചോണം. ഇനിയും സ്പെഷ്യൽ എക്കണോമിക് സോൺ, അതായത് ചില സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ കമ്പനീസിന്, അതായത് ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആയിരിക്കും. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ പോകും എന്നുള്ളൊരു അങ്ങനത്തെ സെപ്പറേറ്റ് കേസസ് ഉണ്ട്. അപ്പം സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഇസ് എ സ്പെസിഫിക്കലി ഡീലീനിയേറ്റഡ് ഡ്യൂട്ടി ഫ്രീ എൻക്ലേവ്. അതായത് എൻ്റെ മെയിൻ ഗോൾ എന്താ? യൂഷ്വലി ദി ഗോൾ ഈസ് ടു ഇൻക്രീസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഫോറിനിൽ എന്നുള്ള ആൾക്കാർ വന്നില്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറച്ചുകൂടെ സുതാര്യമാക്കണം. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ എക്കണോമിക് പെർഫോമൻസ് ഡൗൺ ആയാലും ഇവിടെ കമ്പാരിറ്റീവ്ലി സ്മൂത്തനായിരിക്കും. അങ്ങനത്തെ സോൺസ് ആയിരിക്കും സ്പെഷ്യൽ എക്കണോമിക് സോൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ? ഡ്യൂട്ടി ഫ്രീ എൻക്ലേവ് ആയിരിക്കും. ആൻഡ് ഇതിനുവേണ്ടി ഒരു ആക്ട് 2006 പവറിൽ വന്നിട്ടുണ്ട്. അതെപ്പോഴാണ്? പാർലമെൻറ്റിൽ 2005 ഇത് അവതരിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് പ്രസിഡൻറ്റിൻ്റെ അനുമതി, അസെൻ്റ് കിട്ടിയ വർഷം എന്ന് പറയുന്നത് 2005. അപ്പം മെയ്യിൽ അവതരിപ്പിച്ചു പാർലമെൻറ്റിൽ. കുറച്ച് നാൾക്ക് ശേഷം 2005 തന്നെ പ്രസിഡൻറ്റിൻ്റെ അസെൻ്റ് കിട്ടി. ആൻഡ് ഫൈനലി 2006 ഈ ഒരു നിയമം, അതായത് സ്പെഷ്യൽ എക്കണോമിക് സോൺ വേണം എന്നുള്ളൊരു തീരുമാനം ഫൈനലൈസ് ആവുകയും ചെയ്തു. അപ്പം നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുന്നതിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ആക്ടിൻ്റെ സ്പെഷ്യൽ എക്കണോമിക് സോൺ നമ്മൾ അടുത്ത സെഷനിൽ നോക്കുന്നതിന് മുമ്പ്, കാരണം ഇത് ഞാനിവിടെ വെച്ച് നിർത്തിയിട്ട് നെക്സ്റ്റ് സെഷൻ അടുത്ത ഇതായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ആലോചിച്ച് വേണം. സ്പെഷ്യൽ എക്കണോമിക് സോൺ മെയിൻലി നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഫോറിൻ ആയിട്ടുള്ള ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിനും, കാരണം ഇപ്പം ഏതെങ്കിലും ഒരു നമ്മളിപ്പോൾ ഇപ്പോൾ ഇൻഫ്ലേഷൻ വന്നോ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഇപ്പോൾ റഷ്യ ഉക്രൈൻ വാർ വന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓയിൽ കുറച്ച് വിലയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റി. പക്ഷെ അതല്ലാതെ നമ്മളിപ്പം അത്ര സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഫോറിനിൽ നിന്ന് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ നമ്മുടെ എക്കോണമിയിൽ, എസ്പെഷ്യലി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ച് അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിന് വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്നൊരു ഐഡിയ ആണ്, ആക്റ്റാണ് 2006 വന്ന സ്പെഷ്യൽ എക്കണോമിക് സോൺ. അപ്പോൾ അതിൻ്റെ മെയിൻ തീം എന്നല്ലെങ്കിൽ ആശയം എന്ത് വിഭാവനം ചെയ്യുന്നു? ദി ആക്ട് എൻവിസേജസ് ദാറ്റ് ദ special economic zones would attract a large flow of foreign and domestic investment in infrastructure and productive capacity, leading to generation of additional economic activity and creation of employment opportunities. അപ്പോൾ ഇപ്പോൾ സപ്പോസ് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു, അവരൊരു യൂണിറ്റ് തുടങ്ങിയെന്ന് വെച്ചാൽ അവിടുത്തെ ആൾക്കാർക്ക് ജോലി കിട്ടും. പിന്നെ അവിടെ വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഫോറിനേഴ്സ് അവിടെ വന്ന് നിൽക്കുമല്ലോ, അതിൻ്റെ എക്സിക്യൂട്ടീവ്സ്, അവർ വന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ഫാമിലി വരാം, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ടൂറിസ്റ്റുകളും വരാം. അപ്പോൾ അവരും വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പല പല കാര്യങ്ങൾ വിറ്റുപോകത്തില്ല, ആ ചുറ്റുപാടത്തെ സ്ട്രീറ്റിലെ ഫുഡ് കാര്യങ്ങൾ. അപ്പോൾ ഒരു എക്കണോമിക്കലി അവിടെ ഒന്ന് ആക്റ്റീവ് ആവും, പ്ലസ് അവിടെ ഉള്ള ആൾക്കാർക്ക് ജോലിയും കിട്ടും. അപ്പോൾ ഈ രണ്ട് ബെനിഫിറ്റ്സ് സ്പെഷ്യൽ എക്കണോമിക് സോൺസിൽ മാത്രമുള്ളതായിരിക്കും. അപ്പോൾ അതും നമ്മളിതിൽ കണക്ക് കൂട്ടേണ്ടതാണ്.
അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഇത്രയും നാൾ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു റിവിഷൻ ആയിരിക്കും. എസ്പെഷ്യലി CPO എക്സാം വരുന്നുണ്ട്, പിന്നെ സെലക്ഷൻ പോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പഠിച്ചത് നിങ്ങൾക്ക് അച്ചട്ടായിട്ട് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിവിഷൻ സീരീസ് ആയിരിക്കും ഞായറാഴ്ച വന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് പഠിച്ച നോട്ട്സൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് അതൊന്ന് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ റെസ്പോണ്ട് ചെയ്ത് പഠിക്കണം. എന്നിട്ട് മാത്രമേ ആൻസറിലോട്ട് പോകാവുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡസ്ട്രിയുടെ പാർട്ട് 2 തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എക്കണോമിക്സ് കുറച്ച് പാടായിരിക്കും, പക്ഷേ ടെൻസ്ഡ് ആവണ്ട. കുറച്ച് നോക്കി നമുക്ക് നെക്സ്റ്റ് എക്സാം ക്രാക്ക് ചെയ്യുന്ന രീതിയിൽ പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.